വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മൾ വീണ്ടും ഒരു ചൈനീസ് ഡിഷിലേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് മറ്റൊന്നല്ല, നമ്മുടെ ഗോബി മഞ്ചൂരിയൻ, കോളിഫ്ലവർ മഞ്ചൂരിയൻ. നമുക്കതിൻ്റെ ചേരുവകളൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഗോബി മഞ്ചൂരിയന് വേണ്ടി നമ്മൾ കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് നമ്മൾ സോൾട്ട് വാട്ടറിലൊക്കെ കുറേ നേരം ഇട്ട് വെച്ച് സ്ട്രെയിൻ ചെയ്ത് എടുത്തു വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ കോൺഫ്ലവർ, മൈദ, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് അജിനോമോട്ടോ, കുറച്ച് സോയ സോസ്, ഒരു എഗ്ഗ്, ഇത്രയുമാണ് വേണ്ടത്. പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ. നമുക്കത് തയ്യാറാക്കാം. നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മൈദ, കോൺഫ്ലവർ, ഒരു 2.5 സ്പൂൺ കോൺഫ്ലവർ, സോൾട്ട്, ഒരു 1/4 ടീസ്പൂൺ, വൈറ്റ് പെപ്പർ 1/2 ടീസ്പൂൺ, അജിനോമോട്ടോ 1/2 പിഞ്ച്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ. ഇനി നമ്മളിതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി കുറച്ച് സോയ സോസ്, ഒരു 4 തുള്ളി സോയ സോസ്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ബാറ്ററാണ് ഏറ്റവും നല്ലത്. കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടും. കട്ടിയുള്ള ബാറ്റർ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് നമുക്ക് അധികം കിട്ടില്ല. ആ ബാറ്ററിൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ ബാറ്റർ ഇട്ടു. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനും ബാക്കി ചൈനീസിൻ്റെ കുക്കിങ്ങിനായിട്ട് നമുക്ക് നമ്മുടെ ചൈനീസ് റേഞ്ചിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നമുക്ക് ഗോബി ഒന്ന് ഫ്രൈ ചെയ്യാം. കോളിഫ്ലവർ അങ്ങനെ ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫയറിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. ഓവർ ഫയർ കൊടുത്തു കഴിഞ്ഞാൽ വേഗം അത് കളർ മാറി വരും. പക്ഷേ ഗോബി ഫ്രൈ ആവില്ല. വെജിറ്റേറിയൻകാരും നോൺ വെജിറ്റേറിയൻകാരും വളരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് ഈ ഗോബി മഞ്ചൂരിയൻ. വളരെ ടേസ്റ്റിയാണ്. കുട്ടികളും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അധികം സ്പൈസി ഒന്നുമല്ലത് മഞ്ചൂരിയൻ. നമ്മുടെ കോളിഫ്ലവർ കുറച്ച് കളറായി തുടങ്ങി. കുറച്ചുകൂടെ കളറായി കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്റ്റെയിനർ കൊളാണ്ടറിലേക്ക് കോരിയെടുക്കാം. ഫയർ ഒന്നുകൂടി കുറയ്ക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചൈനീസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൻ ചൂടായി. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മഞ്ചൂരിയൻ എല്ലാം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പാൻ നല്ല ചൂടായതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാമുള്ളൂ.
അപ്പോൾ നമ്മുടെ പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാം. ചോപ്ഡ് ഓണിയൻ, ഞാൻ സോട്ട് ചെയ്യാം. ഓണിയനൊക്കെ ഒന്ന് ചെറുതായിട്ട് സോട്ടയായി. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത്. അതുപോലെ ക്യാപ്സിക്കം, ഇനി നമ്മളിതിലേക്ക് ബാക്കി സോൾട്ട്, അതുപോലെ സോയാ സോസ്, അങ്ങനെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ, സോൾട്ട്, ബ്ലാക്ക് പെപ്പർ ക്രഷ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് വിനിഗർ, പയറൊന്ന് കൂട്ടി കൊടുക്കാം. ഇതെല്ലാം സോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. പയറൊന്ന് സ്ലോ ചെയ്യാം. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ളത് സ്റ്റോക്കൊക്കെ നന്നായിട്ട് തിളച്ചു. പുറത്ത് നല്ല മഴയാണ്. മഴയത്ത് നല്ല ചൂടോട് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുറച്ച് അജിനോമോട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഷുഗറും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഏകദേശം തയ്യാറായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് ഗ്രേവി നല്ല തിക്കാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ സെലറി, അതുപോലെ കൊറിയാണ്ടർ ലീവ്സും കുറച്ച് ചേർക്കാം. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയൻ തയ്യാറാണ്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഗോബി മഞ്ചൂരിയൻ നമുക്കൊരു നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ ചൈനീസ് ഡിഷ് തയ്യാറാണ്. ഗോബി മഞ്ചൂരിയൻ. ഗോബി മഞ്ചൂരിയൻ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, നൂഡിൽസിൻ്റെ കൂടെ എല്ലാം വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. വെജുകാർക്കും നോൺ വെജുകാർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നമ്മുടെ റെസിപ്പി ഫോളോ ചെയ്യുക.
നിങ്ങൾ ഇത് പാകം ചെയ്തിട്ട് അതിൻ്റെ കമൻസ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തുക. താങ്ക് യു.